ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ്. ഇതൊരു സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഡിന്നർ റെസിപ്പി ആയിട്ടും ലഞ്ച് റെസിപ്പി ആയിട്ടും അതായത് ഏത് നേരത്തും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇതിന് കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളമുള്ള റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. ഇനിയിപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾ ഏത് അളവിലാണോ റവ എടുത്തത് അതേ അളവ് തന്നെ നമ്മൾ 1 കപ്പോളമുള്ള തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈരും റവയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തൈരിന് ഇനി അല്പം പുളി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചിട്ട് അല്പം വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഈ ഒരു റവ ഈ തൈരിനകത്ത് അതായത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന തരത്തിൽ വേണം നമുക്ക് ഈ തൈരും അതുപോലെ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ റവയും തൈരും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. കാരണം ഈ റവ ഒക്കെ നന്നായി കുതിർന്ന് വരണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് തണുപ്പിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ചൂടോടെ കൂടെ അല്ലെങ്കിൽ ഒരു ചെറു ചൂടോടെ കൂടെ ആണെങ്കിലും ഒന്ന് ഗ്രേറ്റ് ചെയ്യുകയോ കൈകൊണ്ട് ഉടയ്ക്കുകയോ ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ആ ഗ്രേറ്ററിനകത്താണ് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും ഒരുപോലെ തന്നെ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നമുക്ക് എടുത്താലും മതിയാവും. അപ്പോൾ ഞാനതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഉരുളക്കിഴങ്ങ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പൊടിയായി നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണോളമുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല ജീരകം, ചെറു ജീരകം, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ജീരകം ചേർക്കുന്നില്ല. ഇനി ഈ ഒരു കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ഞാൻ 1/2 സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ ചെറുതായിട്ട് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി വഴറ്റേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, അത് 1/2 ടീസ്പൂൺ വരെ ആവാട്ടോ. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്കതുപോലെ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചാട്ട് മസാല ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലപ്പൊടിയുടെ പച്ചമണക്കം മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത്, നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പിലൊരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം നമുക്ക് നോക്കാം റവ എന്തായെന്നുള്ളത്. റവ ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണാം, ഇതിലത്തെ വെള്ളം അല്ലെങ്കിൽ തൈരൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. റവ അതെല്ലാം കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഒട്ടും തന്നെ ഇതിനകത്ത് ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നും കാണാനില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ഇഡ്ഡലിയുടെ മാവ് ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതായത് ഇച്ചിരി കുറുകിയിട്ടുള്ളതാണ് ഇഡ്ഡലിക്ക് നമ്മൾ മാവ് ഉണ്ടാക്കുക, അല്പം തിക്കിൽ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്പം കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഈ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാവ്, അതായത് ഇത് ഉണ്ടായി വന്ന് വരുമ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കാനും നല്ലതുപോലെ വീർത്ത് വരാനും വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തത് കൊണ്ടാണ് ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ബേക്കിംഗ് പൗഡർ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വീർത്തും വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും വരും. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം മാവൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവും അവിടെ റെഡിയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് ചൂടാറിയിട്ടുള്ള നമ്മുടെ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, പൊട്ടറ്റോയുടെ ഫില്ലിങ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നോ ഒന്നുമില്ല. അത് നമ്മൾ ആ പൊട്ടറ്റോ ആ ചൂടൊക്കെ ആറിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ചെറിയൊരു കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആ ഒരു ഷേപ്പിൽ, അതായത് ഒരു വട്ടത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൻ്റെ വലിപ്പവും സൈസൊക്കെ അനുസരിച്ച് ഷേപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത് ഞാൻ പിന്നീട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞ് ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കുഞ്ഞ് ഇതുപോലത്തെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നമുക്ക് വലിയൊരു ചോറും പാത്രത്തിൽ ഇത് ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കാം. അന്നേരം നമുക്ക് നല്ലൊരു എന്താ പറയുക, വലിയൊരു വട്ടയപ്പൊക്കെ പോലെ അങ്ങനെ അങ്ങ് കിട്ടും. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞു പാത്രങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. പിന്നെ ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒരു വെളിച്ചെണ്ണയോ എണ്ണയോ നെയ്യോ നമുക്കിതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലൊന്ന് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഓരോ പാത്രത്തിലോട്ടും ഞാൻ ഒരു 1-2 ടേബിൾ സ്പൂണോളമുള്ള ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, റവയുടെ മിക്സ്. അതിനുശേഷം അതിൻ്റെ മേലെ നമ്മളൊരു നടുവിലായിട്ടാണ് ഈ ഒരു മസാല കൊടുക്കുന്നത്, ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഈ മാവ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ എല്ലാ പാത്രത്തിലും ആദ്യത്തെ ഒരു ബാച്ച് മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാനിപ്പോൾ ഈ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പോലെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഒത്തിരി അങ്ങ് ചെറുതായി പോവും എന്നുള്ളത് കൊണ്ട് ഞാനൊന്നും കൂടി അതൊന്ന് കൈവച്ചിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മാവിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല തിക്കായതുകൊണ്ട് ഈ വെക്കുന്ന ഈ ഒരു മസാലയുടെ കൂട്ട്, അതായത് പൊട്ടറ്റോ ഫില്ലിംഗ് ഒരിക്കലും താഴ്ന്നു പോകുന്നുമില്ല കേട്ടോ. അത് അവിടെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ അങ്ങ് ഇരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ്, അതായത് 1-2 ടേബിൾ സ്പൂൺ ഇതൊന്ന് ഫില്ലാവാനുള്ള രീതിയിലുള്ള മാവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കിക്കുക, നല്ല ഭംഗിയുള്ള ഒരു അപ്പം, കുഞ്ഞപ്പത്തിൻ്റെ ബേസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഞാനപ്പോൾ ഇത് കുഞ്ഞിതിലെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി കാര്യം ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ അതേസമയം ഒരു വലിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ, വലിയൊരു ചോറും പാത്രത്തിൽ ഒരു മുഴുവനും മാവ് ഒഴിച്ച് അതുപോലെ തന്നെ അതൊരു അപ്പം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് കായ്പോളയൊക്കെ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 3 പാത്രത്തിലും കൂടെ ഇതുകൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ എല്ലാ പാത്രത്തിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കോട്ടേന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ആവി കയറ്റുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായി വന്നു, അതിൽ നിന്ന് ആവി വരാനൊക്കെ തുടങ്ങി. ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേണ്ട, ഞാൻ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 10 മിനിറ്റിനകത്ത് ഇതായി കിട്ടും. ആ റവ മാത്രം വേവാനായിട്ടൊരു സമയം മതി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിൽ വേറൊരു ഇച്ചിരി പണിയുള്ളത് കൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് എനിക്കൊരു 15 മിനിറ്റ് എടുത്തു. അപ്പോൾ ഇനി മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഒത്തിരി ഓവർഫ്ലോ ആവാതെ നോക്കണം. ഞാനെടുത്ത ഒരു പാത്രത്തിൽ അല്പം കൂടിപ്പോയി എന്ന് തോന്നുന്നു, കാരണം മാവ് അല്പം പുറത്തോട്ട് ഇങ്ങനെ ചാടാനുള്ള പരുവത്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു കൗണ്ടർ ടോപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കണ്ടോ, ഇപ്പോൾ തന്നെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സ്പൂണിൻ്റെ സഹായത്തോടെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം.
ഇതാ അപ്പോൾ നമ്മുടെ അപ്പം നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്, ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല. അതിന് ബേസൊക്കെ നോക്കിക്കേ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പം, റവ കൊണ്ടുള്ള ഒരു സൂപ്പർ അപ്പം. ഇതിന് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഞ്ഞപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഞാൻ ഇതുപോലത്തെ ഉണ്ടാക്കുന്ന എല്ലാ അപ്പത്തിനും പഞ്ഞപ്പം എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഇതുപോലത്തെ ഷേപ്പുള്ള അപ്പം കണ്ടാലും അവർ അന്നേരം പറയും അത് പഞ്ഞപ്പാണെന്ന്. അപ്പോൾ ശരി, ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ റവ കൊണ്ടുള്ള നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ഞാൻ എന്നത് അതിന് മുന്നേ ഇതിനൊരു കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നികളാണ്. അത് തേങ്ങ ചട്നിയോ പുതിനയില ചട്നിയോ മല്ലിയില ചട്നിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് ടൊമാറ്റോ സോസ് വെച്ചിട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരെണ്ണം കഴിച്ചാൽ മതി, നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞ പോലെ വേറൊരു രീതിയിലും കൂടെ, അതായത് വലിയവർക്കും കൂടെ ഈസി ആയിട്ട് കഴിക്കാൻ പാകത്തിന് തന്നെ ഞാനൊന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇപ്പം തന്നെ കണ്ടില്ലേ നിങ്ങൾ, ഞാനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാ ഞാനിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു മസാല പോലെ അങ്ങ് പുരട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള എണ്ണ ചേർക്കുക. പിന്നെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂണോളമുള്ള കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളമുള്ള ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കറിവേപ്പിലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കറിവേപ്പില ഇച്ചിരി ഉണങ്ങിയ കറിവേപ്പില ആയതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി നമുക്കിത് മല്ലിയില ഒരു പച്ചമണക്കൊന്ന് മാറുന്നത് വരെ അല്പം നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിനകത്തോട്ടേക്കാണ് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന ഈ അപ്പം ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി എടുക്കണം. ഒത്തിരി അങ്ങ് ഇളക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു എന്താ പറയുക, വളരെ സ്മൂത്തായിട്ട് ജെൻറ്റിലായിട്ട് എന്നൊക്കെ പറയില്ലേ, പതുക്കെ സാവധാനം നമുക്ക് എണ്ണയൊക്കെ ഒന്ന് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ അങ്ങനെ നമ്മുടെ ഈ അപ്പം ഇവിടെ റെഡിയാണ്. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ആകെ മാറി നല്ല മസാല അപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ പിന്നെ അത് കാണിക്കുമ്പോൾ അതും കൂടെ പറയണമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിന് വേണ്ടുന്ന ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കി കാണിക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതിന് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് എൻ്റെ ഒരു കൈയുടെ 1/2 പിടി ഓളമുള്ള മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു പിടി ഇല്ല കേട്ടോ, അപ്പം വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് പൊട്ടിക്കണമെന്നില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതിനകത്ത് ഇഞ്ചി നമ്മൾ ചേർക്കുന്നേ ഇല്ല. വെളുത്തുള്ളി നിങ്ങൾക്ക് 2 or 3 ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 3 എടുത്തിരിക്കുന്നത് കേട്ടോ, 2 അല്ല. അപ്പോൾ 3 അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കണക്കിനാണ് അടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ അല്പം അങ്ങനെ കിടന്നോട്ടെ എന്ന് ഓർത്തിട്ട് തന്നെയാണ് ഇങ്ങനെ അടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്തത് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളമുള്ള തൈര്, ഇത് നല്ല കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. എടുക്കുമ്പോൾ കട്ടത്തൈര് തന്നെ എടുക്കാൻ നോക്കുക, അതാണ് ഏറ്റവും സ്വാദ്. അപ്പോൾ ഈ കട്ടത്തൈര് നമുക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂണോളമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ടൈറ്റായിട്ട് ഇരിക്കുന്ന ഈ ഒരു ചട്നി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കണമെന്നില്ല. ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മല്ലിയിലയുടെ കൂട്ട്, അതല്ലെങ്കിൽ അരപ്പ് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തൈര് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ചട്നിയായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. മല്ലിയില ചട്നിയായിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണമെന്ന് മാത്രം. അപ്പോൾ ഇനി ഞാനിത് നന്നായിട്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റി മറിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചട്നി. ഈ ഒരു ചട്നിയുടെ കൂടെയാണ് ഈ ഒരു റവയുടെ ഈ ഒരു പഞ്ഞപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നത്. ഇതാ നമ്മുടെ ചട്നിയും അതുപോലെ നമ്മുടെ പഞ്ഞപ്പവും ഇവിടെ റെഡിയാണ്. മസാല പഞ്ഞപ്പാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ 2 രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ മുറിച്ചു. ഇതിൻ്റെ നടുക്കൊക്കെ നല്ല രസത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ ഈ മസാലയിലും കൂടെ വറുത്ത് കഴിയുമ്പോഴത്തേക്കും സൂപ്പർ സ്വാദുമാണ്. കണ്ടോ, ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്കിനി ഇത് പിറ്റേ ദിവസം ഇന്ന് ഉണ്ടാക്കിയത് ബാക്കി വന്നിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചട്നിയുടെ കൂടെ സ്പെഷ്യലി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.